ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കെതിരെയുള്ള ചില കൂട്ടുകെട്ടുകൾ നമ്മുടെ നന്മയെ കെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചില കൂട്ടുകെട്ടുകൾ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാറൂപിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ ചോദിച്ച് ആ ബന്ധങ്ങളെ, ആ കൂട്ടുകെട്ടുകളെ, ആ സഖ്യതകളെ നീക്കം ചെയ്ത് ദൈവസന്നിധിയിൽ നാം നമ്മുടെ അനുഗ്രഹത്തെ പിടിച്ചു മേടിക്കുവാൻ, ചോദിച്ചു മേടിക്കുവാനിടയായി തീരണം. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 37-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. ദൈവത്തിന്റെ സ്തോത്രം. യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യാവിനോടുള്ള സഖ്യത മുഖാന്തരം യഹോവ യഹോശാഫാത്തിനോട് എതിരാകുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ 20-ാമത്തെ അധ്യായം ശ്രദ്ധേയമായി പഠിച്ചു വരുമ്പോൾ 20-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അതെ, യഹോവ യഹോശാഫാത്തിനോട് കൂടെ ഇരുന്ന് അവൻ അനുകൂലമായി പ്രവർത്തിച്ച് യഹോശാഫാത്തിന് സകലത്തിനും വിജയം കൊടുത്ത് വിടുതൽ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു മനുഷ്യനായിരുന്നു യഹോശാഫാത്ത്. വിജയം കണ്ടെത്തിയിരുന്നൊരു മനുഷ്യനായിരുന്നു യഹോശാഫാത്ത് എന്ന രാജാവ്. 20-ന്റെ 30-ാമത്തെ വാക്യം ശ്രദ്ധേയമായി പഠിക്കാൻ കഴിയുന്നു. ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയത് കൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. അപ്പൊ യഹോവ അവന്റെ രാജ്യത്തിന് വിജയം കൊടുത്ത്, വിടുതൽ കൊടുത്ത്, അനുഗ്രഹം കൊടുത്ത്, സ്വസ്ഥത കൊടുത്തത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോശാഫാത്തിന്റെ പണികളെ ഉടച്ചു കളഞ്ഞ് അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയൊരു കാഴ്ച കാണാൻ കഴിയും. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട്, നിരന്തരമായി ഉപവസിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ കരയുന്നുണ്ട്. സ്തോത്രം. ഒട്ടനവധി പേർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ റിസൾട്ട് കാണാതെ വണ്ണം, മറുപടി കിട്ടാതെ വണ്ണം, ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വണ്ണം മരുഭൂമി പോലെയുള്ള സ്തോത്രം അനുഭവത്തിലൂടെ തുടരുകയല്ലാതെ ഒരു വിടുതൽ കാണാൻ കഴിയാതെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എവിടെയാ നമുക്ക് വിടുതൽ ലഭിക്കാത്തത്? ഇനി എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, ഇങ്ങനൊരു ദൈവമില്ല എന്നൊക്കെ തോന്നിക്കുന്ന നിലയിൽ നമ്മുടെ സ്തോത്രം വിഷയങ്ങൾ അത്രമേൽ വേദനാജനകമായി മാറിയിരിക്കുന്ന സന്ദർഭങ്ങളില്ലേ? എവിടെയാ പ്രിയരെ നമ്മുടെ മറുപടികൾ സ്തോത്രം വൈകിയത്? എവിടെയാ പ്രിയരെ നമ്മുടെ മറുപടികൾ മുടങ്ങിപ്പോയത്? ഒരു തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, പ്രാർത്ഥിക്കാൻ സ്തോത്രം തുടങ്ങുന്നെങ്കിൽ, നമ്മുടെ ചില സഖ്യതകൾ, ചില കൂട്ടുകെട്ടുകൾ, ദൈവിക ബന്ധത്തിന്, ദൈവവുമായിട്ടുള്ള അടുപ്പത്തിന് ചില സഖ്യതകൾ തടസ്സമാണെങ്കിൽ, ചില കൂട്ടുകെട്ടുകൾ തടസ്സമാണെങ്കിൽ, നിശ്ചയമായും നിരപ്പ് പ്രാപിച്ചു ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുവാൻ നാം താല്പര്യപ്പെടുവാനിടയായിത്തീരും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യഹോശാഫാത്ത് ആഹാബിന്റെ മകനായ അഹസ്യാവോട് സഖ്യത ചെയ്യുകയാണ്. 20-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അതിനുശേഷം യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യാവോട് സഖ്യത ചെയ്തു. അവൻ മഹാദുഷ്ടപ്രവർത്തിക്കാരനായിരുന്നു. അവൻ ദുഷ്പ്രവർത്തിക്കാരനായ ഒരുവനോട് കൂട്ടുകെട്ടുണ്ടാക്കിയത് കൊണ്ട്, സഖ്യത ചെയ്തത് കൊണ്ട്, കൈ കൊടുത്തത് കൊണ്ട്, അതേ അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയുന്നു, അഹസ്യാവോട് സഖ്യത ചെയ്തത് കൊണ്ട് യഹോവ അവന്റെ പണികളെല്ലാം ഉടച്ചു കളഞ്ഞു. അതേ പ്രിയരെ, നാം നിരന്തരം അനുഗ്രഹത്തിന്റെ ദൂത് കേൾക്കാറുണ്ട്. യഹോവ നമ്മെ അനുഗ്രഹിക്കും, യഹോവ നമ്മുടെ സ്ഥിതി മാറ്റും, യഹോവ നമ്മുടെ അവസ്ഥകൾ മാറ്റുമെന്ന് നിരന്തരം കേൾക്കുന്നുണ്ട്, നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്നാൽ നമ്മുടെ സ്ഥിതി മാറണമെങ്കിൽ, നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരണമെങ്കിൽ നാം ഇന്ന് നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യണം. നമ്മുടെ ചില ബന്ധങ്ങൾ, നമ്മുടെ ചില സഖ്യതകൾ ദൈവത്തിന് വിരോധമായിട്ടുള്ളതാണോ, ദൈവിക ബന്ധത്തിന് അവനെതിരായിട്ടുള്ളതാണോ എന്ന് നാം തന്നെ ഒരു സ്വയം പരിശോധന നടത്തുവാനിടയായി. നമുക്ക് നിശ്ചയമായി അനുഗ്രഹത്തിന്റെ ദൂത് കേൾക്കുന്നത് സന്തോഷമാണ്. നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നതും നമ്മെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ സന്തോഷമായി നാം കേൾക്കാറുള്ളവരാണ്. പക്ഷെങ്കിൽ പ്രിയരെ, നാം അനുഗ്രഹം പ്രാപിക്കാൻ ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റുപറയുകയും നിരപ്പ് പ്രാപിക്കുകയും ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറാൻ കാര്യം. ചില ബന്ധനങ്ങളായി മാറും. എവിടെയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയത്? എന്താ നമ്മുടെ മറുപടികൾ വൈകുന്നത്? ഇത്രയധികം കഷ്ടം അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാ ദൈവം നമ്മെ നോക്കാത്തത്? എന്തുകൊണ്ടാ ദൈവം നമുക്കൊരു പരിഹാരം നൽകി തരാത്തത്? നാം ചോദിക്കാറില്ലേ, അപ്പാ എന്നെ മറന്നതാണോ? അപ്പാ എന്നെ വിട്ടുകളഞ്ഞതാണോ? നോ, അല്ലെന്നേ. നാം വിടേണ്ടത് പലതുമുണ്ട്, നാം ഉപേക്ഷിക്കേണ്ടത് പലതുമുണ്ട്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഭക്തന്മാർക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയത് കാണാൻ കഴിയുന്നു. ആ കൂട്ടുകെട്ടുകളെ നിർവീര്യം ചെയ്ത്, ആ കൂട്ടുകെട്ടുകൾ ആലോചനയെ വ്യർത്ഥമാക്കി ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി മറുപടികളെ കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ആഹാബ് രാജാവ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്തവനായിരുന്നു. അവന്റെ മകനായ അഗസ്യാവ് പൂജാഗിരികൾ ഉണ്ടാക്കുകയും ശബദാർപ്പിതം ചെയ്യുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും അങ്ങനെ ഇത്യാദി പ്രവർത്തികളിൽ മുഴുകിയിരുന്നൊരു രാജാവിനോട് യഹൂദ രാജാവായ യഹോശാഫാത്ത് സഖ്യത ചെയ്തത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവനാമം ദുഷിക്കപ്പെടുന്ന നിലവാരത്തിലുള്ള പ്രവൃത്തിയായി. അവിടെ 36 വാക്യത്തിൽ അവൻ തർശീശിലേക്ക് ഓടിക്കുവാൻ കപ്പലുണ്ടാക്കുന്നതിനാൽ അവനോട് യോജിച്ചു. യഹോശാഫാത്തിന് ഒരു പക്ഷെങ്കിൽ ലാഭമാകുമെന്ന് ചിന്തിച്ച് മാനുഷികമായ ചിന്തകളിൽ അഗസ്യാവിനോട് സഖ്യത ചെയ്താൽ അഗസ്യാവുമായിട്ടുള്ള ബന്ധം വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കും, വലിയ സാമ്പത്തിക നേട്ടത്തിന് കാരണമാകുമെന്ന് ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചായിരിക്കാം ചില ബന്ധത്തിനകത്ത് നാം കരം കൊടുക്കുന്നത്. അതേ പ്രിയരെ, നമ്മുടെ ചില ബന്ധങ്ങളെ സസൂക്ഷ്മം നാം പരിശോധിക്കേണ്ടത് അത്യാവശ്യകരമായ കാര്യമാണ്. ഒരു പക്ഷെങ്കിൽ ആ ബന്ധം ഇപ്പോൾ ഒട്ടും വേർപിരിക്കാൻ കഴിയാതെ, ഒട്ടും മാറുവാൻ കഴിയാതെ വല്ലാത്തൊരു കുടുക്കായി മാറിയ ചില ബന്ധങ്ങളുണ്ട്. പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഇത്ര വർഷത്തിന് പിന്നിൽ ആ വ്യക്തിയുമായി കണ്ടുമുട്ടാതിരുന്നെങ്കിൽ, ആ വ്യക്തിയെ പരിചയപ്പെടാതിരുന്നെങ്കിൽ ഞാൻ എത്ര സമാധാനത്തിൽ ജീവിച്ചിരുന്നേനേ എന്ന് ചിന്തിക്കാറില്ല. അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി, അല്പനേരത്തെ പ്രോഫിറ്റിനു വേണ്ടി ചില ബന്ധങ്ങളെ നാം വെച്ചു പുലർത്തുന്നത്, ചില ബന്ധങ്ങൾക്ക് നാം സ്ഥാനം കൊടുക്കുന്നത് വരും നാളുകളിൽ നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരുമെന്ന് തിരുവചനാടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറും. അതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി, എൻ്റെ സഹോദരങ്ങളെ നോക്കി, നമ്മുടെ ചില ബന്ധങ്ങളെ സസൂക്ഷ്മം പരിശോധിച്ച് അകറ്റിക്കളയേണ്ടതിനെ അകറ്റി മാറ്റി നിർത്തുവാൻ, ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം വരുത്തുന്ന ഒരു ബന്ധങ്ങളെയും നാം സൂക്ഷിച്ചു വെക്കാതെ അകറ്റിക്കളഞ്ഞുകൊണ്ട് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ തുടരാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി ആ 30-ാമത്തെ വാക്യം വായിച്ചതുപോലെ ചുറ്റും സ്വസ്ഥത നൽകിയതുപോലെ, വിശ്രമം നൽകിയതുപോലെ, അനുഗ്രഹം കൊടുത്തതുപോലെ, മാന്യത കൊടുത്തതുപോലെ ദൈവിക മാന്യതയും ദൈവിക പ്രവർത്തികളും നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ സർവശക്തനായ
അതേ പ്രിയരെ, സമയം വൈകിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുടുങ്ങിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. നിശ്ചയമായി ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ, ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ, ചില ബന്ധങ്ങളെ മാറ്റി നിർത്തേണ്ട ചില ബന്ധങ്ങളെ മാറ്റി നിർത്തിയാൽ, ബന്ധനങ്ങളാകാതെ ഇന്നലകളിൽ ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയത് അകറ്റിക്കളയാൻ തീരുമാനമെടുത്താൽ, നിശ്ചയമായും നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ അനുഗ്രഹത്തിനകത്ത് തടസ്സം വെച്ചതിനെ എടുത്തു മാറ്റിയിട്ട് ദൈവിക പ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. എവിടെയാണ് എൻ്റെ മറുപടികൾ തടയപ്പെട്ടത്? എവിടെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ ആമിഷ്ടത ഉടയപ്പെട്ടത്? അതേ യഹോശാഫാത്തേ, അഗസ്യാവുമായിട്ടുള്ള സഖ്യത, അഗസ്യാവുമായിട്ടുള്ള ബന്ധം നിന്റെ കപ്പലുകളെ ഉടച്ചു കളയുന്നതാണ്, നിന്റെ അനുഗ്രഹത്തെ ഉടച്ചു കളയുന്നതാണ്. അവിടെ വായിക്കുന്നത്, കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. അവൻ സഖ്യത ചെയ്തതേ ആ കപ്പലുണ്ടാക്കുന്നതിന്, പക്ഷെങ്കിൽ തർശീശിലേക്ക് ഓടാൻ കഴിയാതെ ഉടഞ്ഞുപോയി. ചില ഉടഞ്ഞുപോയെടുത്തൊന്ന് പണിതെടുക്കുക. ചില അനുഗ്രഹങ്ങൾ തടസ്സമായതിനെ പിടിച്ചു തിരിച്ചു പിടിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ കൈമാറുന്നു. ചില ബന്ധങ്ങൾ, ചില സഖ്യതകൾ, ചില കൂട്ടുകെട്ടുകൾ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധം പുതുക്കി അപ്പ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, ഞാൻ അപ്പന്റെ അരികിലേക്കോ ആമിഷ്ടം വരുന്നു. എന്റെ ചില ബന്ധങ്ങൾ, എന്റെ ആമിഷ്ടം അതിബുദ്ധിയായിരുന്നു, അത് അല്പനേരത്തെ സന്തോഷമായിരുന്നു, അല്പനേരത്തെ പ്രോഫിറ്റ് ആയിരുന്നു എന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ വലിയ വേദനയ്ക്ക് കാരണമായി. ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അടുത്തു വരാൻ കഴിയുമെങ്കിൽ, നിശ്ചയമായി നമ്മുടെ അതിരുകളെ വിശാലപ്പെടുത്തുവാൻ, നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ, ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. വളരെ പ്രാർത്ഥനയോടെ, വളരെ സ്നേഹത്തോടെ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ കൈമാറുന്നു. നമ്മുടെ ചില കൂട്ടുകെട്ടുകൾ, ചില സഖ്യതകൾ, ചില ബന്ധങ്ങൾ ദൈവത്തിനെതിരാണെങ്കിൽ, ദൈവരാജ്യത്തിനെതിരാണെങ്കിൽ അതിനെ മാറ്റി നിർത്തുക. നാം അനുഗ്രഹം പ്രാപിക്കും. നിശ്ചയമായി ദൈവവചനത്തെ ഏറ്റെടുത്തുകൊണ്ട്, ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. Thank you.